ഖബറിനെ പറ്റി പരദൂഷണം പറയാത്തവർ, ആലിമീങ്ങളെ പറ്റി ഫിത്ന പറയാത്തവർ, സാദാത്തുക്കളെ പറ്റി വേണ്ടാദീനങ്ങൾ പറയാത്തവർ, മനുഷ്യന്മാരെ പറ്റി ഫിത്നയും ഗീബത്തും നമീമത്തും പരദൂഷണവും ഏഷണിയും പറയാത്തവർ നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് കൈവക്കാൻ യോഗ്യതയുണ്ടോ? കൊലപാതകത്തെക്കാൾ രൂക്ഷമാണെന്ന് ഖുർആൻ പരാമർശിച്ച ഫിത്ന നടത്താത്തവരാരാ? സഹോദരങ്ങളെ, എന്റെ നിസ്കാരം, എന്റെ നോമ്പ്, എന്റെ ഇബാദത്ത് എല്ലാം നശിച്ച് മുത്തുനബി പറയുകയാണ്, എല്ലാം അതാ ഒരാള് തന്റെ തലമുടി ഒരു ക്ഷുരകൻ, ഒരു ബാർബർ അയാളുടെ തലമുണ്ടനം ചെയ്യുന്ന നേരത്ത് ഒരു ബാർബർ എങ്ങനെയാണോ ആ ഒരു ക്ഷുരകൻ, ഒരു ബാർബർ, ഒരു ഹെയർ കട്ടിങ് ചെയ്യുന്ന മനുഷ്യൻ അയാളുടെ തല മുഴുവനും മുണ്ടനം ചെയ്യുമ്പോൾ കത്തി ഉപയോഗിച്ച് മുടി ഇങ്ങനെ വടിച്ചു മാറ്റുന്നത് എങ്ങനെയാണോ അതുപോലെ നിങ്ങളുടെ സുഹൃതങ്ങൾ മുഴുവനും വടിച്ചു നീക്കപ്പെടുന്നതാണ്. ഗീബത്ത് പറയല്ലേ, പരദൂഷണം പറയല്ലേ. ഒരൊറ്റ ആലിമീങ്ങളെയും നമ്മൾ കുറ്റം പറയണ്ട, ഒരൊറ്റ സാദാത്തുക്കളെ പറ്റിയും നമ്മൾ വേണ്ടാദീനങ്ങൾ പറയണ്ട. ആലിമീങ്ങളെല്ലാം ആലിമീങ്ങളാണ്, സാദാത്തുക്കളെല്ലാം സാദാത്തുക്കളാണ്, റസൂലുള്ളാഹിന്റെ പേരമക്കളാണ്. അവരുടെ രക്തം മുത്തുനബിയുടെ രക്തമാണ്. അവരുടെ ധമനികളിലൂടെ പ്രവഹിക്കുന്ന ചോര പുന്നാര നബി തങ്ങളുടെ ചോരയാണ്. ആലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകും, സാദാത്തുക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകും. ഞാനും നീയും അതിലിടപെട്ടിട്ട് നരകം മേടിക്കല്ലേ, ഖബറിൽ തീ മേടിക്കല്ലേ. ആലിമീങ്ങൾ ആരാണ്? മഹാനായ ആലിക്കുട്ടി ഉസ്താദ്, പ്രൊഫസർ ആലിക്കുട്ടി ഉസ്താദ് ഷെയ്ഖുൽ ജാമിയ നമുക്കിവിടെ ഉദ്ഘാടനം ചെയ്തു തന്ന വേദിയാണ് ഈ വേദി. അവർ ആലിമീങ്ങളാണ്, പാതിരാത്രിയിൽ നിസ്കരിക്കുന്ന ആളുകളാണ്. രാവിലെ സുബഹി മുതൽ വൈകുന്നേരം വരെ ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള സമയങ്ങളിൽ പോലും തഅല്ലുമും തദ്രീസും നടത്തുന്ന ആളുകളാണ്. സഹോദരങ്ങളെ, എത്രയെത്ര മഹാന്മാരായ ഉലമാക്കളാണ്. ഏതെങ്കിലുമൊക്കെ തർക്കങ്ങളുടെ പേരിൽ അത്തരം ആലിമീങ്ങളെ നമ്മൾ കരിവാരിത്തേക്കുകയും അവരെ പറ്റി അപവാദങ്ങളും വേണ്ടാദീനങ്ങളും പറയുകയും ചെയ്താൽ അവരുടെ ഇൽമ കൊണ്ടും അവരുടെ തഖ്വ കൊണ്ടും അവരുടെ തഹജ്ജുദ് കൊണ്ടും അവരുടെ ഇബാദത്ത് കൊണ്ടും അവർ രക്ഷപ്പെട്ടു പോകും. ഞാനും നീയും കൃത്യമായി നിസ്കാരം പുലർത്താത്തവരാണ്. അള്ളാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോ സമയാസമയത്ത് നിസ്കരിക്കാൻ പോലും കഴിയാത്ത ഞാനും നിങ്ങളും എന്തിനാണ് ആലിമീങ്ങളെ പറ്റി വേണ്ടാദീനങ്ങൾ പറയുന്നത്, സാദാത്തുക്കളെ പറ്റി പറയുന്നത്? പറയരുതേ. മഹാനായ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ രാഷ്ട്രീയ കേരളത്തിന്റെ പൂനിലാവായി പരിമളം പരത്തി പ്രകാശം പരത്തിയ മഹാനാണ്. അവിടുന്ന് വഫാത്തായി പോയി. അള്ളാഹു അവിടുത്തെ ദറജ ഏറ്റി കൊടുക്കുമാറാകട്ടെ. മഹാനായ താജുൽ ഉലമ ഉള്ളാള് തങ്ങൾ, ഞാൻ സയ്യിദ് മദനി കോളേജിൽ പഠിച്ചയാളാണ്. അവസാനം ഞാൻ അവിടുത്തെ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ അവിടുന്ന് ക്ലാസ് എടുക്കുന്ന അവസാന ബാച്ചിലെ വിദ്യാർത്ഥിയാണ്. 87 വയസ്സ് കഴിഞ്ഞിട്ടും സുബഹിക്ക് 3 മണിക്ക് എഴുന്നേൽക്കുകയാണ് താജുൽ ഉലമ ഉള്ളാള് തങ്ങൾ. 3 മണിക്ക് എഴുന്നേറ്റിരുന്ന് ഖുർആൻ ഓതുകയാണ്. 87 വയസ്സ് കഴിഞ്ഞ സഹോദരാ, സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഉള്ളാളത്തെ പള്ളിയിലേക്ക് കടന്നു ചെല്ലും. ഒതുവെടുത്തുകൊണ്ട് ബാങ്ക് വിളിക്കുന്നത് കാത്തിരിക്കുകയാണ്. പള്ളിയിൽ കയറി തഹിയ്യത്ത് നിസ്കരിച്ച് നിന്നിട്ടാണ് നിസ്കരിക്കുന്നത്, കാത്തിരിക്കുകയാണ്. സുബഹി ബാങ്ക് വിളിച്ചു കഴിഞ്ഞ് സുന്നത്ത് നിസ്കരിച്ചു വീണ്ടും ജമാഅത്ത് കാത്തിരിക്കുകയാണ്. ഇങ്ങനെ സുന്നത്തായ സുന്നത്തുകളൊന്നും ജീവിതത്തിൽ വിട്ടുപോകാതെ ജീവിച്ച വലിയ വലിയ അഗ്രേസ്യരന്മാരായ മഹാന്മാരായ ഉലമാക്കൾ, അല്ലാഹുവേ അവരുടെ ദറജ നീ ഏറ്റി കൊടുക്കണേ തമ്പുരാനെ. ഇന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് നേതൃത്വം നൽകുന്ന മഹാനായ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അല്ലാഹു അവിടുത്തേക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. ഈ സമുദായത്തിൽ ഐക്യത്തിന്റെയും ഈ സമുദായത്തിൽ ഒരുമയുടെയും കാഹളം മുഴങ്ങട്ടെ. ഈ സമുദായം തമ്മിലടിക്കേണ്ടവരല്ല, ഈ സമുദായം സംഘർഷമുണ്ടാക്കേണ്ടവരല്ല. ഈ സമുദായം തെരുവിന്റെ കവലകളിൽ പള്ളികളുടെ പേരിൽ മദ്രസകളുടെ പേരിൽ കടാര കുത്തിയെടുത്ത് അടിവയറ്റിലേക്ക് കുത്തിയിറക്കി കൊന്നുകളയേണ്ടവരും
ആവേശങ്ങൾ ഉണ്ടാക്കേണ്ടവരുമല്ല. ഒരുമയോടെ സെരുമയോടെ ഐക്യത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ നിൽക്കേണ്ടവരാണ് എന്റെ ഹൃദയമുള്ള നല്ലവരിൽ നല്ലവരായ ജനങ്ങളെ. ആ സെരുമയ്ക്കും ഐക്യത്തിനും എതിരായൊരു ചിന്ത എന്റെ കൽവിൽ വരാൻ പാടില്ല. ഒരു വാക്കുകൊണ്ട് ഈ സമൂഹത്തെ ചിത്രതയിലാക്കാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കാനും കാരണക്കാരുമാക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ അവിടുത്തെ അഹ്ലുൽ ബൈത്താണ് നമുക്ക് നേതൃത്വമുള്ളത്. അവിടുത്തെ ദീൻ പഠിച്ച ഉലമാക്കളാണ് നമുക്ക് നേതൃത്വമുള്ളത്. അതാ ചിത്താരി ഉസ്താദ് വഫാത്തായി പോയി. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വലിയ പണ്ഡിതൻ, ജാമിഅ മന്നാനിയ എന്ന് പറയുന്ന ഞങ്ങളുടെ തിരുവനന്തപുരം ജില്ലയിൽ ഒരു വലിയ സ്ഥാപനമാണ്, മന്നാനിമാര് പഠിച്ചിറങ്ങുന്ന സ്ഥാപനം. ആ സ്ഥാപനത്തിൽ ഷെയ്ഖുൽ ഹദീസ് എന്നറിയപ്പെടുന്ന നിഷ്കളങ്കനായ നിസ്വാർത്ഥനായ ഒരു കുഞ്ഞിനെ പോലത്തെ നിസ്വാർത്ഥതയും അലിവുമുള്ളൊരു മഹാമനുഷ്യൻ. അല്ലാഹുവേ, ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണല്ലോ പടച്ചവനെ, അവിടുന്ന് നിന്റെ ദീനിന് ഖിദ്മത്തെടുത്തു. അല്ലാഹ്, എളിമയുടെ പ്രതിരൂപമായിരുന്നു ശൈഖുനാ കൊളപ്പുറം ഉസ്താദ്. കൊളപ്പുറം ഉസ്താദിന്റെ ദറജ നീ ഏറ്റി കൊടുക്കണേ അല്ലാഹ്. അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നല്ല ഖൽബുള്ളവരാക്കണേ അല്ലാഹ്. ഞങ്ങൾ പ്രായം കുറഞ്ഞവരാണ്, ഞങ്ങൾ പക്വത കുറഞ്ഞവരാണ്, ഞങ്ങൾക്ക് ഇൽമില്ലാത്തവരാണ്. അല്ലാഹുവേ, മഹാന്മാരായ ഉസ്താദുമാരുടെ ആലിമീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് തഖ്വയും ഇഖ്ലാസും ഈമാനും ഇസ്തിഖാമത്തും നൽകണേ അല്ലാഹ്. 5 നേരം കൃത്യമായി ഞാനും നിങ്ങളും നിസ്കരിക്കണം. കള്ളു കുടിക്കരുത്, പെണ്ണ് പിടിക്കരുത്, പലിശ ഇടപാട് നടത്തരുത്, ഒരു മനുഷ്യനോടും അന്യായമായി പെരുമാറരുത്, എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറണം. നിങ്ങൾ മരിച്ചു പോകും, ഞാനും മരിച്ചു പോകും. നിങ്ങൾ മരിക്കുന്ന ദിവസത്തിൽ ഉപ്പളയിൽ കുമ്പളയിലുള്ള കുറെ ആളുകൾ പറയുകയാണ്, അവൻ മരിച്ചു പോയടാ, അവന്റെ ശല്യമിനി ഉണ്ടാകില്ലടാ, അവൻ സന്തോഷത്തോടെ നമുക്ക് സന്തോഷമായി എന്ന് ആളുകൾ തെരുവിന്റെ കവലയിലിരുന്ന് കൈകൊട്ടി നമ്മളുടെ മരണം ആഘോഷിക്കുന്ന മരണമാകരുത്. ആലിമീങ്ങൾ മരണപ്പെട്ടു പോയപ്പോൾ എത്രയോ ആളുകൾ കരഞ്ഞില്ലയോ സഹോദരങ്ങളെ? എത്ര ആളുകളാണ് പൊട്ടി കരഞ്ഞു പോയത്? എത്ര ആളുകളാണ് കോട്ടുമല ബാപ്പ മുസ്ലിയാർ വഫാത്തായ സമയത്ത്, ആലിമീങ്ങൾ വഫാത്താകുന്ന സമയത്ത് ആളുകൾ മുഴുവനും കരയുകയാണ്. കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായപ്പോ കേരളം മുഴുവനും പൊട്ടി കരഞ്ഞില്ലയോ? ശംസുൽ ഉലമ വഫാത്തായ സമയത്ത് കേരളം മുഴുവനും എന്നല്ല, ലോകത്തെ മുഴുവനുമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കളും ജനങ്ങളും കരഞ്ഞില്ലയോ? മഹാനായ താജുൽ ഉലമ ഉള്ളാള് തങ്ങൾ മരിച്ചപ്പോ 16 കിലോമീറ്റർ നടന്നിട്ടാണ് ജനാസ കാണാൻ പോയത്. കാരണം ജനങ്ങൾ മുഴുവനും തിങ്ങി നടക്കുകയാണ്, വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ല. 16 കിലോമീറ്റർ നടന്നിട്ട് ആ വലിയ മഹാമനീഷിയുടെ ജനാസ കാണാൻ പോയപ്പോൾ അല്ലാ നിറച്ചും ആലിമീങ്ങളാണ്. തലപ്പാവ് കെട്ടിയ വെള്ളവസ്ത്രമിട്ട വെള്ളപ്പട്ടാളം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആലിമീങ്ങൾ, സ്വാലിഹീങ്ങൾ, പാവപ്പെട്ട ജനങ്ങൾ എല്ലാവരും കരയുകയാണ്. വാപ്പ മരിച്ചതിന്റെ പേരിലല്ല, ഉമ്മ മരിച്ചതിന്റെ പേരിലല്ല, അവരുടെ സ്വന്തക്കാരനായിട്ടല്ല, ബന്ധുക്കാരനായിട്ടല്ല. ഓടി ചെല്ലാനൊരു അഭയകേന്ദ്രം മഹാനായ കളന്തോട് കരീം മുസ്ലിയാർ എന്നവർ മരണപ്പെട്ടു പോയി. എത്ര ആളുകളാ അവിടുത്തെ ചാരത്തേക്ക് ചെല്ലുന്നത്? പ്രയാസങ്ങളുമായി ചെല്ലുമ്പോ അത് മാറട്ടെ എന്ന് പറയുമ്പോ മാറുകയാണ്. ഇനി അവിടെ ചെല്ലാൻ അവിടെ ആളുകളില്ലല്ലോ. കളന്തോട് കരീം മുസ്ലിയാരുടെ ദറജ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ എന്തു വേണം? ആളുകൾക്ക് മുഴുവനും നമ്മൾ മാതൃകയാകണം. എല്ലാവർക്കും നമ്മൾ സേവനം ചെയ്യണം. നമ്മൾ മരണപ്പെട്ടു പോകുമ്പോ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും നമുക്ക് വേണ്ടി കരയണം. അല്ലാഹ്, ഒരു നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം, മരിച്ചുപോയല്ലോ, പുറത്തു കൊടുക്കണേ അല്ലാഹ് എന്ന് കരയാൻ ഇവിടെ ഒരു 10 ആളുകൾ ഉണ്ടാകണം. ജനങ്ങളെ, എന്റെ പ്രവർത്തനം ആ നിലയ്ക്കാകണം, നിങ്ങളുടെ പ്രവർത്തനം ആ നിലയ്ക്കാകണം. ഞാൻ മരണപ്പെട്ടെന്ന് കേട്ടാൽ നിങ്ങൾ ആത്മാർത്ഥമായി പാപിയായ, മോശക്കാരനായ, തെറ്റുകാരനായ, ഒരു യോഗ്യതയുമില്ലാത്ത എനിക്ക് വേണ്ടി നിങ്ങൾ ദുആയിരക്കണം. അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മൗലായ സല്ലി വസല്ലം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം മൗലായ